ഹലോ വെൽക്കം ബാക്ക് ടു അവർ പാലക്കാടൻ കുറുമൻസിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന് നൂലുകെട്ടുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഓൺലൈനിലാണ് വരുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് അതേപോലത്തെ കളർ ഷർട്ട് നമ്മുടെ വസുവിനും തെച്ചുനും രാജേഷേട്ടനും എടുക്കാൻ വേണ്ടി ഇതാണ് വന്നിരിക്കുന്നത്. കുഞ്ഞിപ്പെണ്ണിനും എനിക്കും ഒരുപോലത്തെ ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം. അത് ഞാൻ അമ്മയ്ക്കും പൊന്നമ്മയ്ക്കും മേമയ്ക്കും സാരി എടുക്കാൻ വേണ്ടി വന്നേക്കുവാണ്. അപ്പോൾ പ്രസവം നോക്കിയ അമ്മമാർക്ക് സാരി എടുത്ത് കൊടുക്കണമല്ലോ. അപ്പം അമ്മയ്ക്കും മേമയ്ക്കും വല്യമ്മയ്ക്കും. അപ്പോൾ അത് അമ്മ എടുത്ത സാരി പൊന്നമ്മയ്ക്കും മേമയ്ക്കും ഒരേപോലത്തെ മോഡലിൽ രണ്ട് കളറിലായിട്ട് എടുത്തു. അപ്പോൾ ഞങ്ങൾ ഈ എടുത്തത് കൊടുവായൂർ അക്ബറിൽ നിന്നാണ്. അപ്പം കുഞ്ഞൊരു കടയാണ്, പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി എടുത്തു. അച്ഛനിടാനുള്ള ഷർട്ടൊക്കെ ഇവിടെ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. നല്ല മെറ്റീരിയലാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്രാവശ്യം ഇവിടെ കയറാം, പാലക്കാട് പോകണ്ടെന്ന് വിചാരിച്ചത്. അപ്പം നേരെ ഞങ്ങൾ ഇനി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പം ഞാൻ ഓൺലൈനിൽ ഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെറ്റീരിയലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ധാവണിയാണ് ഞാൻ എടുക്കുന്നത്. ഇവിടെ കുഞ്ഞിപ്പെണ്ണിന് അടിപൊളി ഒരു കുഞ്ഞു ഫ്രോക്കും. അപ്പോൾ ഞങ്ങളത് ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ സ്ഥിരം സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നത് നമ്മുടെ ബൊട്ടിക്കുണ്ട് സെബ. അപ്പോൾ ഞങ്ങളിത് അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കുഞ്ഞാവി അമ്മ എന്താ വണ്ടിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിത് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഞാനെന്താ അവിടെ എത്തി. അപ്പോൾ ചേച്ചി ധാവണയൊക്കെ വെച്ച് നോക്കുകയാണ്, എത്ര മീറ്റർ ഉണ്ട്, അതൊക്കെ സെറ്റ് ആവുമോ എന്നൊക്കെ ഇങ്ങനെ വെച്ച് നോക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നതിൻ്റെ കളർ കേട്ടോ. അപ്പോൾ എൻ്റെ അളവൊക്കെ എടുക്കണമല്ലോ എന്ന് പറഞ്ഞാൽ ചേച്ചി അളവൊക്കെ എടുക്കുന്നത്. അപ്പോൾ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു വീഡിയോ ഒന്നും എടുക്കല്ലേ, ഞാൻ അങ്ങനെ റെഡി ആയിട്ടൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചേച്ചി ഞാൻ എഡിറ്റ് ചെയ്തൊക്കെ ഇടാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. അപ്പോൾ മിക്കതും നമ്മൾ ഇവിടെയാണ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നത്, നല്ല കംഫർട്ടബിളാണ്. അപ്പോൾ ഞാൻ കുഞ്ഞാവിക്ക് ഒരു ഫ്രോക്ക് ഞാൻ ഓൺലൈനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലത്തെ ഫോട്ടോ എടുത്ത് ഞാൻ ചേച്ചിയുടെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കുഞ്ഞാവിക്ക് ആ ഒരു മോഡലിൽ ഞങ്ങൾ രണ്ടുപേരും ഒരേ കോമ്പോയിൽ സ്റ്റിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര നാളും കുറുമ്പന്മാരും രാജേഷേട്ടനല്ലേ ഒരേപോലെ ഇടാൻ പറ്റുള്ളൂ, കാരണം നമുക്ക് ബീറ്റ് ചെയ്യുന്നൊക്കെ ഒരാളില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഒരു കുഞ്ഞു പെണ്ണ് വന്നതുകൊണ്ട് എനിക്കും കുഞ്ഞിപ്പെണ്ണിനും ഒരേപോലത്തെ ഇടാലോ. ഇനിയുള്ള ഇതിലൊക്കെ നമുക്ക് ഒരേപോലത്തെ കോമ്പോ കാണാം. അപ്പോൾ ഞാൻ അതിനൊരു കുഞ്ഞിപ്പെണ്ണിൻ്റെ ഒരു ഉടുപ്പ് ഞാൻ അളവിന് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്റ്റിച്ച് ചെയ്ത് തരും. ഇങ്ങനെയാണ് ഇപ്പോൾ കാണാനുള്ള യോഗം. നീ മാറടെ സാറേ, ആന്റി കാണട്ടെ, നീ എപ്പോഴും കാണണേ. അങ്ങനെ ചേച്ചി ഇതാ കാറിൽ വന്ന് കുഞ്ഞാനെയൊക്കെ കണ്ടിട്ട് അങ്ങനെ പോയി. ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. ഇവിടെ എത്തുമ്പോഴത്തേക്കും കാളം വേണമെന്ന് പറഞ്ഞൊരു കടയുടെ ഫ്രണ്ടിൽ നിർത്തി കൊടുവായിരുന്നു. അങ്ങനെ അതാ കാളം വാങ്ങുന്ന സന്തോഷത്തിലാണ്. കാളിനും പാനിപ്പൂരിയും ഭയങ്കര പ്രിയമാണ് ഈ രണ്ട് കുറുമ്പന്മാർക്കും. അപ്പോൾ ആ സന്തോഷമാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ ഇതാ അവർ ന്യൂഡിൽസും അതും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് രണ്ടും റെഡി ആക്കിയിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് അവർ നേരെ ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് കുറുമ്പന്മാരും രാജേഷേട്ടനും തിരുവനന്തപുരത്ത് പോയി 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. അപ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടി ഇതാ അമ്മ കുടുംബ വീട്ടിൽ പോയപ്പോൾ തുമ്പിക്കുട്ടീനെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തുമ്പിക്കുട്ടി അമ്മയും ഞാനും കുഞ്ഞിപ്പെണ്ണും കൂടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ വീട്ടിൽ ഇരിക്കുന്നത്. അപ്പോൾ തുമ്പിപ്പെണ്ണ് കുഞ്ഞാവേനെ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അമ്മ വെച്ചു കൊടുക്കുകയാണ്. പറയുന്ന പോലെയൊക്കെ നമ്മുടെ തുമ്പിക്കുട്ടിയെ പിടിക്കുന്നുണ്ട് കേട്ടോ. ബേബി ബേബി എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് വിളി കേൾക്കാൻ വേണ്ടി. ആൾ ഭയങ്കര ഹാപ്പിയാണ്. ഉവ്വാവ് വന്നോ? പാവ എൻ്റെ ഉവ്വാവ് വന്നത്. തുമ്പിക്കുട്ടിക്ക് ഇങ്ങനെ ഒരുങ്ങുന്നതൊന്നും ഇഷ്ടമല്ല, കാരണം എപ്പോഴും ഈ ട്രൗസറും ബനിയനാണ് ഇടുന്നത്. ഇവിടെ വന്നത് എന്താ തെച്ചിക്കുട്ടിയുടെ ട്രൗസറും ബനിയനൊക്കെ ഇട്ടിട്ടുണ്ട്. ഉടുപ്പ് എന്ന് പറഞ്ഞാൽ ഇഷ്ടമേ അല്ല ആൾക്ക്, കാരണം ഏട്ടന്മാരെല്ലാവരും ട്രൗസർ ഇടുന്നതുകൊണ്ട് അങ്ങനെ തന്നെയാണ് ആ ശീലം. അപ്പോൾ ഞങ്ങൾ ഒരുക്കി സുന്ദരിക്കുട്ടി ആക്കിയതാണ് എൻ്റെ തുമ്പിക്കുട്ടീനെ. അപ്പോൾ എല്ലാവരും എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. കൺമഷിയും പൊട്ടൊക്കെ വെച്ചപ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ട്, നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ സെൽഫിയൊക്കെ എടുക്കുമ്പോൾ എൻ്റെ അടുത്ത് ഭയങ്കര ഹാപ്പിയായി നിന്നിട്ട് ഞാൻ പറയുന്ന പോലെയൊക്കെ ഡാൻസൊക്കെ കളിക്കാൻ ശ്രമിക്കുന്നുണ്ട് മുത്തുമണി കേട്ടോ. അപ്പം സാധാരണ ഇങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്യാൻ ഇഷ്ടമേ അല്ല, ട്രൗസറും ബനിയനിട്ട് ആൺകുട്ടികളെ പോലെ നടക്കാനാണ് ഇഷ്ടം. അപ്പം ഇപ്പം ഇന്ന് സുന്ദരി കുട്ടിയാക്കിയിട്ടുണ്ട് മുത്തിനെ. മതി അവിടെ നോക്കട്ടെ, ചിരിക്കി. കൂട്ടുകാരെ, ഇവിടെ എൻ്റെ ഒരു ചുന്തിരി കുട്ടി ഉറങ്ങുന്നുണ്ട്. ഇതാരാണെന്ന് പറയാമോ? ഇതാണ് തുമ്പിക്കുട്ടി അല്ലേ? തുമ്പിക്കുട്ടിയാണത്. തുമ്പിക്കുട്ടിയാണ്. തുമ്പിക്കുട്ടി തൊട്ടിയിലാണ് ഉറങ്ങുന്നത്, ബേബി തൊട്ടിയിൽ അല്ലേ? ചിരിച്ച് ഒരു ചിരി. എൻ്റെ ഒരു ചുന്തിരിയാണ്. തൊട്ടിയിലോ അങ്ങനെയല്ലേ വാവക്കുട്ടി? തുമ്പി വാവയാണല്ലേ? തുമ്പി ഇപ്പം ഏറ്റവും വലിയ വാവയാണ്, ഏറ്റവും കുഞ്ഞു വാവയാണ് തുമ്പിക്കുട്ടി അല്ലേ? അല്ല, ഇതിലാരാ ഉറങ്ങണത്?
ആരാ ഉറങ്ങണത്? ബേബിയാ? ഇപ്പൊ ആരാ ഉറങ്ങണത്? അല്ലിയാ? അല്ലി അല്ലല്ലോ, ഇതാരാ? ഇത് ഏത് കുട്ടിയാണ്? അപ്പൊ ആന്റി ആട്ടാല്ലേ എൻ്റെ മോനെ? ആ എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ് പറ. ആ ടാറ്റാ പറയും. ടാറ്റാ ഉമ്മ പറയും. അങ്ങനെ രാവിലെ നേരത്തെ എണിച്ച അമ്മയുടെ കൂടെ അടുക്കളയിലാണ് മുത്തുമണി. ഇങ്ങനെ ആക്കണ നോളൂ. അയ്യോ എന്റെ കൊച്ചുപൊണ്ണു മീനേ, എന്റെ കൊച്ചുപൊണ്ണു മീനേ, എന്റെ അവിടെ എനിക്ക് ഇന്നമയ്ക്ക് വേണ്ട. രണ്ട് വയങ്ങിയ കുട്ടിയാ, ബിന്നുവിന് വയങ്ങിയ കുട്ടിയാ. ചുന്ദരി ഭാവേ ഇതിന്റെ തുമ്പി കിട്ടി. തുമ്പി ചേച്ചി, ആ ചേച്ചി വിച്ചെന്റെ മോൻ ചേച്ചി വിച്ച്. തുമ്പി ചേച്ചി, തുമ്പി ചേച്ചി എടി. ഏത് കുട്ടി ഉറങ്ങിയാ ചേച്ചി? ഉറങ്ങിയാ? എന്റെ ബേബി ജയിച്ചണാ? അതാണ് ബേബി കടീനത്. ഓ കുഞ്ഞുവാവിനെ എടുക്കണ? അല്ലേ? അങ്ങനെ ഞാൻ തുമ്പീനെ സുന്ദരി കുട്ടിയാക്ക ആൻറ്റി എന്ന് പറഞ്ഞ് ഇരുത്തി ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുത്താണ്. ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇട്ടു, കണ്ണിന് മേലെയൊക്കെ ഐഷാഡോ വെച്ച് സൂപ്പർ ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. പക്ഷെ അപ്പോഴും ആൾ ഉടുപ്പൊന്നും ഇടൂല, ട്രൗസറും ബനിയൻ തന്നെ മതി. അപ്പോൾ ഏട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു ആ ഉടുപ്പിട്ടിട്ട് ഒരു വീഡിയോ എടുത്തു തരാൻ. അപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്ത് ഷർട്ടും ട്രൗസറും ഇട്ട് ഫോട്ടോയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉടുപ്പിട്ടിട്ട് ഒരു ഫോട്ടോ എടുത്ത് തരുമോ എന്ന് ചോദിച്ചു ചേട്ടൻ. അപ്പം ഞാൻ ശരിയെന്ന് പറഞ്ഞാൽ അങ്ങനെ കുഞ്ഞു പെണ്ണിൻ്റെ ഒരു ഉടുപ്പിട്ട് കൊടുത്തിട്ടൊരു കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ആൾക്ക് ഉടുപ്പിടുന്നത് തീരെ ഇഷ്ടമല്ല, ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാം. ഒരു പന്നി വന്നു, പന്നി പന്നി മാറ്റട്ടെ മാറ്റട്ടെ ഉടുപ്പ് മാറ്റട്ടെ, ഉടുപ്പ് മാറ്റട്ടെ. ഉടുപ്പ് വേണ്ട, ഇത് വേണ്ട, ഏത് ഉടുപ്പാ വേണ്ടത്? ഷർട്ടും ബനിയനാ? അതാ ഇഷ്ടം? ഷർട്ടും ബനിയനാ ഇഷ്ടം? ഇത്തിരി ചിരിച്ചിട്ടെടുത്ത് ഞാൻ ഇപ്പൊ തന്നെ വേണ്ട വേണ്ട വേണ്ടാട്ടമ്മ, വേണ്ട അല്ലേ? വേണ്ട അല്ലേ? ഓക്കെ. അങ്ങനെ എങ്ങനെയൊക്കെയോ കുറച്ച് ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫോട്ടോസും കുഞ്ഞു തുമ്പിപ്പെണ്ണിൻ്റെ എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ.